നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാതക റാണി, അതായത് യുവാക്കളുടെ ഹരം പിടിപ്പിക്കുന്ന, യുവാക്കളുടെ ഹരമായി മാറിയ ഒരു കാലത്ത് ഒരു നടിയെ ഈ ഓഡീഷന് വിളിച്ചതായിട്ടുള്ള ചെറിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം എന്ന് പേരൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിന്റെ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പലരും ചോദിച്ചു ഹണി റോസ് ആണ്. ഹണി റോസ് ഒന്നും ബിഗ് ബോസിൽ ഒന്നും വരാം, അതൊക്കെ വെറുതെ ഫേക്ക് ന്യൂസസ് ആണ് കേട്ടോ. ഹണി റോസ് ഒന്നും ബിഗ് ബോസിൽ ഒരു കാലത്തും വരാൻ പോകുന്നില്ല. അപ്പൊ അത് ഹണി റോസ് ഒന്നുമല്ല. ഇപ്പോഴും എനിക്കത് കൺഫർമേഷൻ കിട്ടിയില്ല. എങ്കിലും ആ പേര് ഞാൻ പറയാം. പലർന്ന് തിരക്കി ചിലവര് ഉണ്ടെന്ന് പറയുന്നു, ചിലവര് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും കിട്ടിയ സോഴ്സിൽ എനിക്ക് തോന്നി ഇതിലത് അതായത് കക്ഷി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷക്കീലയാണ് കക്ഷി. നമ്മുടെ പണ്ടത്തെ യുവമദിനങ്ങളുടെ ഹരമായ നമ്മുടെ തൂവാനത്ത് ബേസ് ഇതിൽ കിന്നാരത്തുമ്പികളിലെ നായികയായ ഷക്കീല എനിക്ക് തെലുങ്കിലും ഈ പറഞ്ഞ കന്നഡയിലൊക്കെ ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഷക്കീലയെ കോള് വിളിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അറിവുണ്ട്. അതൊക്കെ ഒരു കൺഫർമേഷനും ഇല്ല. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ കോള് പോയിട്ടുണ്ടോ എന്നില്ല. പക്ഷെ പല ഒന്ന് രണ്ട് കക്ഷികൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോള് പോയിട്ട് വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു എന്നൊക്കെ അറിയുന്നു. പക്ഷെ ആ ഒരു സംഭവത്തിന്റെ കേസ്, ആ ഒരു നടിയുടെ കേസാണ് ഞാൻ കഴിഞ്ഞ വട്ടം പരാമർശിച്ചത്. ഇപ്പോഴും കൺഫർമേഷൻ കിട്ടിയില്ല. കിട്ടുമ്പോൾ ഞാൻ കൺഫർമേഷൻ പറയാം. ഞാൻ ഉദ്ദേശിച്ച നടി ഷക്കീല വരാനുള്ള വളരെ ചാൻസസ് കൂടുതലാണ്. കാരണം ബിഗ് ബോസിൽ പിന്നെ ഈ പറഞ്ഞൊരു 1, 2, 3 പിന്നീട് ഭാഷകളിലെന്തോ ഷക്കീല എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ വരും എന്നുള്ളതിന് വരാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. വിളിച്ച് അപ്രോച്ച് ചെയ്താൽ ഈ പറയുന്ന ഷക്കീല എന്തായാലും ഒരിക്കലും വേണ്ടാന്നും പറയത്തില്ല. അപ്പോൾ ആ ഒരു മാതക റാണി നടിയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അറിവ്. എന്നാൽ ഓഡീഷൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. പക്ഷെ കൺഫർമേഷൻ ഇല്ല. വരട്ടെ, വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു തരംഗം സൃഷ്ടിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഷക്കീൽ എന്ന പേരേക്ക് തന്നെ അതിനൊരു തരംഗം ഉണ്ടാവും. ഇപ്പോഴും ഷക്കീലിന്റെ പേരിന്റെ അതേ ഒരു ലെവൽ ഇപ്പോഴും അതേ ലെവലിൽ തന്നെ നിൽപ്പുണ്ട്. അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് പേര്. ബാക്കിയുള്ള അത് കുറച്ച് പേരും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ പേരുകളും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓഡീഷൻ കഴിഞ്ഞാൽ കുറേ പേര് നമുക്കറിയാലോ 10,000-2,000 പേരെയൊക്കെ അവർ വിളിക്കും. അപ്പൊ അതിൽ കുറേ പേരൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഇട്ട പേരുകളെല്ലാം ഓൾമോസ്റ്റ് അവർ വിളിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഏതായാലും കൺഫർമേഷൻ ആയിട്ട് ഒരു 70% കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ജയ്.